നിങ്ങളുടെ ആ സൈക്കിളിൽ വന്നത് കണ്ടിട്ട് നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു. കാരണം എന്തോ മുത്തൊക്കെ കൊഴിഞ്ഞാടി കിടക്കണ പോലെ താങ്ക് യു സർ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഞങ്ങളെ ബ്ലഡ് ഒരു ട്രാവൽ ബ്ലഡ് ആണ്. ഇല്ലേ മലപ്പുറത്തെ എല്ലാ ഡോക്ടർമാരും ഇങ്ങോട്ട് ഇറങ്ങി അവിടെ രോഗികളൊക്കെ മൂന്നാള് തിന്നെ. മലയാളിയാണോ? ഹലോ അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങളിതാ കർദുങ്ങിലേക്ക് യാത്ര തിരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മിനിമം സാധനങ്ങൾ മാത്രം, ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ കാക്കനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. എല്ലാം കൊണ്ട് നമുക്ക് പോകാൻ പറ്റൂല. ജസ്റ്റ് നമ്മൾ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ടെൻ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ടാളും അത്യാവശ്യം കഴിക്കാനില്ല ജസ്റ്റ് ബ്രെഡ്, ജാം അങ്ങനെയുള്ള സാധനങ്ങളും കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, ഞങ്ങളെ കുഞ്ഞു കുഞ്ഞു ചാർജർ, പവർ ബാങ്ക് കാര്യങ്ങളും, അതേപോലെ അത്യാവശ്യമായിട്ട് എടുക്കേണ്ട മെഡിസിന്, ഇത് ഒരു സ്ലീപ്പിംഗ് ബാഗ്, വാട്ടർ ബോട്ടിൽ, ടെൻ്റ്, ഇത്ര കാര്യങ്ങളെ ഞങ്ങൾ ക്യാരി ചെയ്യുന്നുള്ളൂ. അപ്പം എന്താവും എന്നൊന്നും അറിഞ്ഞൂടെ. ഏതായാലും പോയി നോക്കി. ഇനിയിപ്പോ നമുക്ക് പോയി നോക്കാണ്ട് നമുക്ക് കിട്ടില്ല എന്നുള്ളൊരു സങ്കടം വേണ്ടല്ലോ. അവിടെ നല്ല സ്നോഫാളാണ്, നല്ല തണുപ്പാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ലൈഫിൽ ഇനി നമ്മളെ വണ്ടി കൊണ്ട് ഇവിടെ വരെ വരാൻ പറ്റുമെന്നൊന്നും അറിഞ്ഞൂടാ. സോ ജസ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. അല്ലെ ഷാനക്ക് അത്രയും ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടില്ലല്ലോ നമുക്ക് പ്രശ്നം. ഇവിടെ പറയുന്ന ഒരു ഇടങ്ങാറില്ലല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മളെ യാത്രാവിശേഷങ്ങളായിട്ട് കാണാം. 18,000 അടി ഉയരത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ നമ്മൾ 3,500 മീറ്റർ ആണ് നിൽക്കുന്നത്. 5,500 മീറ്റർ, 2,000 മീറ്റർ ക്ലൈംബ്, 38 കിലോമീറ്റർ യാത്ര. 38 കിലോമീറ്റർ ആണല്ലേ. ഇതുവരെ നമ്മൾ പോയതിനേക്കാളും ഏറ്റവും ഉയരത്തേക്കാണ് പോകാൻ പോകുന്നത്. നമ്മൾ ഗുളിക ഡാമോക്സ് ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ കാക്ക ശരി, ഞങ്ങൾ മെല്ലെ പോയേക്കാം. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഞങ്ങൾ നിലവിളി ശബ്ദം ഇടാം കേട്ടോ. आंटी हम वापस आएगा. हाँ करदुंगला जा रहा है. ठीक है, താങ്ക് യു. ഇത് നമ്മളെ ഹോട്ടലിന്റെ ഓണറാണ് കേട്ടോ. താങ്ക് യു ദീദി. പറപ്പോയി പോയേക്കാലോ. സെറ്റ് അല്ലേ? അങ്ങനെ നമ്മളിതാ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റൂമ് മുതൽ കയറ്റം തന്നെയല്ലേ? എന്തൊക്കെയാണ് വെറുതെ വെള്ളേ തിളക്കണ്. നമ്മൾ ഉറവി പോയില്ലേ? അതിന്റെ അടി കൂടെ പൈപ്പ് ഉണ്ടാവും, പൊട്ടിയതേക്കാരം. എന്നാ പോലെ നമ്മള് കുന്തലെന്നാട്ടോ മെയിന്. പോവാം. പറപ്പോയി നല്ല കയറ്റാലേ. ഇതാണ് നുബ്രായി, ഇതാണ് ചെക്ക് പോസ്റ്റ്. ഇവിടുന്ന് വിടൂല അറിയില്ല കേട്ടോ. അതെ, ഇവിടുന്ന് വിട്ടാൽ സെറ്റാണ്. പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ പിന്നെ മേലേക്ക് എത്താം. ഇവിടെയാണോ ആളുകളെ തടയലും? ഞാൻ വിചാരിച്ചു അവിടെ എത്താൻ നേരത്താണ്. അല്ലല്ല, ആ JCB പോണ റോഡിനാട്ടോ നമുക്ക് പോണ്ടേ. നമുക്ക് 36 കിലോമീറ്റർ, ഇനി 34 കിലോമീറ്റർ, 39 കിലോമീറ്റർ ഉണ്ടായിന്. ശരിക്കും സൂര്യനൊക്കെ അടിപൊളിയായി ഉദിച്ചു വരുന്നുണ്ട്. ഉച്ചക്ക് 12 മണിക്ക് ശേഷമാണ് സ്നോഫോള്. മഴ ഇവിടെ സ്നോഫോളായിരിക്കും പരപ്പ. അതാണ് കേട്ടോ. അല്ല തന്നെ ആ കാണുന്നതാണ് ലേ ടൗണ്. ലെഫ്റ്റ് അവിടെ മൈൻ്റെ കാര്യം ചവിട്ടിക്കോ. നമ്മളെ തടയാനാ തോന്നുന്നുണ്ട്. മുമ്പൊക്കെ ഒരാളിങ്ങനെ വരുന്നുണ്ട്. സിയാച്ചിൻ വാരിയേഴ്സ്, വെൽക്കം ടു ദ വൺ ഓഫ് ദ ഹയസ്റ്റ് മോട്ടോറബിൾ റോഡ്സ് ഇൻ ദ വേൾഡ്, മൈറ്റി കർദുംഗ്ല. ഹാവ് എ സേഫ് ജേർണി.
പിന്നെ അല്ല സൈക്കോ പറഞ്ഞ സുമ്മാവാ. ആ മുമ്പ് കാണുന്നതാണ് ചെക്ക് പോസ്റ്റ്. ആ കേരള കാശ്മീർ മുമ്പത്തെ വണ്ടിയാണ്ടോ കേരള ടു. ഹായ് മോർണിംഗ്. ഹലോ സർ മോർണിംഗ്. ഗുഡ് ഗുഡ് താങ്ക് യു. മലയാളിയാണോ? ഈ റൂട്ടിലും കുറെ മലയാളികളെ കാണാം. നമ്മൾ നൈസായിട്ട് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ അടിച്ച് അവിടുന്ന് നൈസായിട്ട് കഴിച്ചിലായി. പാസ് പോലും ചോദിച്ചിട്ടില്ല, പറയാൻ പറ്റൂല. ഇനി മുമ്പിലുണ്ടോന്ന് അറിയില്ല, നമ്മൾ രണ്ടാളത്തിന് മുമ്പ് പോവാത്തോണ്ട്. യു ആർ ഓൺ ദ ഹൈയസ്റ്റ് മോട്ടോറബിൾ റോഡ്. പിന്നെ ഉണ്ടല്ലോ എനിക്ക് പാർപ്പനൊപ്പം ഫ്രെയിം വരാൻ കഴിയൂല കേട്ടോ. റിയലി സോറി. ഇനി കണ്ടന്റ് മാറ്റിയെടുക്കണമെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടന്റ് മാറ്റിയെടുത്ത് ഇക്കൊലത്തിലായത് അല്ലേ പാർപ്പാ? അവിടെ ചവിട്ട് പാപ്പാ. തമിഴ്നാട്ടിലും സുഖം ചവിട്ടണതാണോ അല്ലേ? ഓരോ 5 മിനിറ്റിൽ ഓരോ സിപ്പ് വെള്ളം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചവിട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ഇനി ഏകദേശം 34-33 കിലോമീറ്ററാണുള്ളത്. മഞ്ഞുമലകൾ കണ്ടോ മുമ്പിലുള്ള? പരപ്പോയി മഞ്ഞുമലകളൊക്കെ അടിയിലായി തുടങ്ങിട്ടോ. ബി ദ പോസിറ്റീവ് വൈബ് മാൻ. നല്ല റോഡാ ബ്രോന്റെ റോഡ് അല്ലേ? ബ്രോ ഉണ്ടാക്കുന്ന റോഡ് ഒരു രക്ഷയില്ല. അതെ അസാധ്യ കോട്ടുകൾ. അതെ അത് എനർജിയാണ്, മോട്ടിവേഷനാണ്. ആ പച്ചപ്പ് കാണുന്നത് ലേ ടൗൺ ആണ് കേട്ടോ. അതെ ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ, ഗ്രാമങ്ങളും ടൗണും വരുമ്പോൾ അവിടെ മുഴുവൻ പച്ചപ്പ്, അത് കഴിഞ്ഞാൽ ഫുള്ള് ഡെസേർട്ട്. അങ്ങനെയാണ്. പിന്നെ കിലോമീറ്ററുകൾ കഴിഞ്ഞാല് അതെ. അപ്പോൾ പറപ്പാ നമ്മളിതാ ലേ വ്യൂ പോയിന്റ് 13,000 അടി ഉയരത്തിലുള്ള ലേൻ്റെ വ്യൂ. ഇൻഷാ അല്ലാ നമുക്കിത് ഭാഗ്യം ഉണ്ടെങ്കിൽ വരുമ്പോൾ ആസ്വദിക്കാം അല്ലേ? അതാണ് നല്ലത്. അപ്പൊ പുതിയ ഒരു അറിവാണ് നമുക്ക് ലേന്ന് കേറാൻ. അതായത് നമ്മളെ വണ്ടിയിലൊന്നും പോണ്ട, അവിടെ പോയി കാണണം എന്നില്ല. എത്ര ഷാനക്ക? 50 രൂപ. 50 രൂപക്ക് ലേന്ന് ബസ് ഉണ്ട്. ഇന്നലെ നമ്മളെ കാക്ക പറഞ്ഞപ്പോഴാണ് അതിനെ പറ്റി നമുക്ക് അറിയാൻ പറ്റി. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉണ്ട് എന്നുള്ളത് ഇന്നലെയാണ് അറിഞ്ഞത്. സോ ലേലെത്തിയിട്ട് ബൈക്ക് എടുക്കാതെ അല്ലെ വണ്ടിയിലൊന്നും നല്ല പൈസ പ്രശ്നമുള്ള ആളുകളുണ്ടെങ്കിൽ കുറഞ്ഞ ചെലവിൽ അവിടെ പോയി കാണണമെന്നില്ല ആഗ്രഹമുള്ളവർക്ക് വരാവുന്നതാണ്. ഈ ഒരു വഴി ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ചെറിയ റോഡാട്ടോ, കഷ്ടിച്ചൊരു വണ്ടിക്ക് പോകാനുള്ളതേ ഉള്ളൂ. പക്ഷെ നല്ല റോഡാണ്. ഇവിടെ ഒരു ഗ്രാമമുണ്ട്, എന്ത് ഭംഗിയാണെന്നറിയോ? അപ്പോൾ അത് നമ്മൾ ഏകദേശം ഒരു 8 കിലോമീറ്റർ റൈഡ് ചെയ്തു. ഇപ്പോൾ 9:30 ആയി സമയം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായില്ല. ഇതെന്താ വരപ്പാ? ഇത്
ഇത് ഇന്നലെ നമ്മള് ചിക്കൻ വാങ്ങിയപ്പം അതിന്റെ കൂടെ എനിക്ക് ബണ്ണ് തിന്നാൻ സ്ഥലമില്ല. അതല്ല, ചിക്കൻ വാങ്ങി ഒരാൾ ചിക്കൻ മാത്രം കഴിച്ചു, അങ്ങനല്ല ഒരാൾ ചിക്കൻ മാത്രം കഴിച്ചു, എനിക്ക് പീസ് തന്നില്ല, ഫുള്ള് തിന്ന്. പറയട്ടോ ഒരേ പോലെ കേട്ടോ 3 ആള് തിന്ന്. പിന്നെ ബെന്ന് തിന്ന സ്ഥലം. അപ്പൊ ഞാൻ ബുദ്ധി പ്രയോഗിച്ചു നമുക്ക് രാവിലെ തിന്നാറ്, അതുകൊണ്ട് ഇപ്പൊ പള്ളയെ വെച്ചപ്പോ തിന്നണ്ടായില്ലേ. അപ്പൊ ഇത് ബെന്നും നമ്മള് ജാമും വാങ്ങി. ജാമു ചെറിയതൊന്നും ഇവിടെ നമ്മളെ നാട്ടിലൊക്കെയാണ് ആ ചെറിയത്, അങ്ങനത്തെ കൊറേ തപ്പി ഇവിടെ പീടിയെന്നൊന്നും കിട്ടിയില്ല. സോ അത് വാങ്ങി പൈക്കുണ്ട്. അപ്പൊ നമുക്ക് എന്തേലും ഒന്ന് തിന്നിട്ട് ബ്രെഡ് നമ്മള് വേറെ വാങ്ങി കയ്യിൽ വെച്ചാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ബ്രെഡും ജാമും. പിന്നെ ഇത് ഇവിടുത്തെ ഒരു ഗ്രാമമാണ് കേട്ടോ, അടിപൊളി ഗ്രാമമാണ്, നാച്ചുറൽ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി മുതൽ ഇവിടുത്തെ പാസ് കയറാൻ തുടങ്ങണം, അതായത് നമ്മൾ ഉന്തൽ യജ്ഞം തുടങ്ങാൻ പോവാണ്. ഇതിലെങ്ങനെ കയറിയിട്ട് വേണം, ഇങ്ങനെ കയറി പോകണം. നമ്മളിപ്പോൾ ഏകദേശം 13,000 അടി ഉയരത്തിലാണ് നിൽക്കുന്നത്, അതായത് സോജില പാസ് വരെ 11,000 സംതിങ് ഉള്ളൂ. അപ്പം അതിൻ്റെ മേലെ ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി നിൽക്കുന്നത്. പിന്നെ മഞ്ഞുമലകളാണ് ചുറ്റും, നല്ല ക്ലൈമറ്റാണ്, മൂടി വരുന്നുണ്ട്. വെതർ ഫോർകാസ്റ്റ് അനുസരിച്ച് ഇന്ന് ക്ലൗഡി എന്നാണ്. ഇന്ന് വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം മഴ പെയ്യും, 12 മണിക്ക് ശേഷം നല്ല ക്ലൗഡി ആയിരിക്കും, നാളെ ഫുള്ള് മഴയായിരിക്കും. സോ ചിലപ്പോൾ നമ്മൾ സ്റ്റക്ക് ആയി പോകും. നോക്കാം നമുക്ക്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എൻ്റെ കുട്ടി കുറേ നേരമായാലും പൊട്ടിച്ചിന്. ഉണ്ടാ ശ്രമിച്ചിട്ടേ നമ്മള് കൊടുക്കുള്ളൂ, അങ്ങനെയല്ലേ. പറയട്ടോ ഒരേ പോലെ കേട്ടോ 3 ആള് തിന്ന്. പിന്നെ ബെന്ന് തിന്ന സ്ഥലം. അപ്പൊ ഞാൻ ബുദ്ധി പ്രയോഗിച്ചു നമുക്ക് രാവിലെ തിന്നാറ്, അതുകൊണ്ട് ഇപ്പൊ പള്ളയെ വെച്ചപ്പോ തിന്നണ്ടായില്ലേ. അപ്പൊ ഇത് ബെന്നും നമ്മള് ജാമും വാങ്ങി. ജാമു ചെറിയതൊന്നും ഇവിടെ നമ്മളെ നാട്ടിലൊക്കെയാണ് ആ ചെറിയത്, അങ്ങനത്തെ കൊറേ തപ്പി ഇവിടെ പീടിയെന്നൊന്നും കിട്ടിയില്ല. സോ അത് വാങ്ങി പൈക്കുണ്ട്. അപ്പൊ നമുക്ക് എന്തേലും ഒന്ന് തിന്നിട്ട് ബ്രെഡ് നമ്മള് വേറെ വാങ്ങി കയ്യിൽ വെച്ചാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ബ്രെഡും ജാമും. പിന്നെ ഇത് ഇവിടുത്തെ ഒരു ഗ്രാമമാണ് കേട്ടോ, അടിപൊളി ഗ്രാമമാണ്, നാച്ചുറൽ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി മുതൽ ഇവിടുത്തെ പാസ് കയറാൻ തുടങ്ങണം, അതായത് നമ്മൾ ഉന്തൽ യജ്ഞം തുടങ്ങാൻ പോവാണ്. ഇതിലെങ്ങനെ കയറിയിട്ട് വേണം, ഇങ്ങനെ കയറി പോകണം. നമ്മളിപ്പോൾ ഏകദേശം 13,000 അടി ഉയരത്തിലാണ് നിൽക്കുന്നത്, അതായത് സോജില പാസ് വരെ 11,000 സംതിങ് ഉള്ളൂ. അപ്പം അതിൻ്റെ മേലെ ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി നിൽക്കുന്നത്. പിന്നെ മഞ്ഞുമലകളാണ് ചുറ്റും, നല്ല ക്ലൈമറ്റാണ്, മൂടി വരുന്നുണ്ട്. വെതർ ഫോർകാസ്റ്റ് അനുസരിച്ച് ഇന്ന് ക്ലൗഡി എന്നാണ്. ഇന്ന് വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം മഴ പെയ്യും, 12 മണിക്ക് ശേഷം നല്ല ക്ലൗഡി ആയിരിക്കും, നാളെ ഫുള്ള് മഴയായിരിക്കും. സോ ചിലപ്പോൾ നമ്മൾ സ്റ്റക്ക് ആയി പോകും. നോക്കാം നമുക്ക്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എൻ്റെ കുട്ടി കുറേ നേരമായാലും പൊട്ടിച്ചിന്. ഉണ്ടാ ശ്രമിച്ചിട്ടേ നമ്മള് കൊടുക്കുള്ളൂ, അങ്ങനെയല്ലേ. ശക്തിമാൻ കാക്ക പണിയായുധങ്ങൾ എടുക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തുറന്നിരിക്കുന്നു. ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. ബ്രെഡ് അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സെറ്റല്ല വരപ്പാ. ബ്രെഡും ചാമും തിന്ന് വെള്ളം കുടിച്ചു. 30 കിലോമീറ്ററും കൂടെ ഉള്ളൂ നമുക്ക്. ഓക്കെ ലെറ്റ്സ് ഗോ. 9 കിലോമീറ്റർ പോന്നോ? 9 കിലോമീറ്റർ കവർ ചെയ്തു. ഇനി 30 കിലോമീറ്റർ പോവാം. നമ്മള് 13,000 അടിയിൽ നിന്ന് 17,000 18,000 അടിക്കാണ് കയറുന്നത്. അതിന്റെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും കേട്ടോ. നമുക്ക് പോയേക്കാം. ലെറ്റ്സ് ഗോ. അങ്ങനെ ഞങ്ങൾ പതുക്കെ മന്ദം ഒന്ന് ഗിയറിട്ടുകൊണ്ട് കർദുംഗ്ല പാസിലൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. കുത്തനല്ല കയറ്റല്ല, അല്ല അക്കമ്പോലെ പയ്യെ തിന്നാ പനയും തിന്നാ പറയണ പോലെ മെല്ലെ ചവിട്ടിയാല് നമുക്ക് എത്താം, കയറാൻ പറ്റും. മുകളിലെത്തുമ്പോ ക്ലൈമറ്റ് എന്താവുന്നില്ലതാണ് അറിയാത്തത്. ഇപ്പൊ തന്നെ 2 പാന്റും 2 ഷോക്സും 2 കുപ്പായം 2 ഷോക്സ് ഒക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. നോക്കാം അല്ല പിന്നെ
പോടെ. ഇപ്പം നമ്മൾ കയറി വന്ന റോഡാട്ടായി കാണണേ, വളഞ്ഞ് തിരിഞ്ഞ്. ചെറിയ മക്കൾ പാവം ചോട്ടി കളിച്ചുണ്ടാക്കുന്ന റോഡില്ലേ, അതേമാതിരി ഉണ്ട്. അതേപോലെ ഉണ്ട്. ഇതാ നോക്കി. അല്ലാ, അരുക്കാക്കെ ബ്രേക്കുമ്പോൾ എപ്പോഴും ഒരു കൈ ഉണ്ടായിക്കോട്ടെ കേട്ടോ. ഓർ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ. നമ്മളെ പരപ്പുണ്ടല്ലോ ഇവിടെ അടിപൊളിയായിട്ട് എന്തോ പ്രസന്റേഷനൊക്കെ പ്രസന്റ് ചെയ്യാണ്. നമ്മൾ കർദുങ്ല ടോപ്പ് ഇങ്ങനെ കയറിക്കൊണ്ട് കണ്ടോ. വിചാരിക്കും വർക്ക് ഈസ് ഒക്ഷി. ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് അഫയേഴ്സ്, ഓൺലൈൻ ആൻഡ് സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ. എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. Then the evolution of public relations. Then we are going to discuss growth of public relations in India. Revenue source for agencies. Actually what happens is that Revenue share of Parappan is having and some social sort of media services increased for some sort of seminar presentation while climbing the Kardungla top. Some That's of the professional awesome. bodies including Public Relations Society of India, Public Relations Council of India, Association of Business Communicators of India, Global Forum for Public Relations. Parappan, it is really nice experience while driving cycling through Kardungla Pass. You are attending some sort of presentations. Another request is there, you try to join the class within 5 minutes after starting. Joining after 15 minutes, 20 minutes, 30 minutes, this is too critical. Annoda? So आगे से आप अवॉइड करिएगा, नहीं केवल Hi. KL78. അങ്ങനെ കർത്തുങ്ല പാസിന്റെ മുകളിൽ നിന്ന് നമുക്ക് പേപ്പർ പ്രസന്റേഷനും കഴിഞ്ഞു. Yay! ഞാൻ അടിച്ചാ. ഒന്നുകൂടി. ഞാന് ജസ്റ്റ് ഷാനിക്ക ഇന്റെ ഒരു തവണ വിളിച്ചത് അന്ന് നമ്മൾ റേഞ്ച് ഇല്ലാത്ത വൈമലേനു, ഞാൻ അറിഞ്ഞിട്ടില്ല ക്ലാസ്സിൽ കയറാൻ പറ്റില്ല. അന്ന് ശരി കുറച്ച് ക്ലാസ് കയറാത്തതിന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് മിക്കവാറും ഒന്നാമത്തത് കഴിഞ്ഞു, ഇനി ആദ്യം പ്രസന്റ് ചെയ്യാത്ത അയച്ചെന്ന് വിളിക്കും. അപ്പൊ ജസ്റ്റ് ഷാനിക്ക വെള്ളം കുടിച്ചപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് കേറി നോക്കിയത് ഓൾത് കഴിഞ്ഞിന് ഇനി ആരെങ്കിലും പ്രസന്റ് ചെയ്യേണ്ടോ സൈല പരപ്പെന്ന് വിളിച്ചിട്ടുണ്ട്. വണ്ടി ചാടി കയറി എന്തൊക്കെയോ പറഞ്ഞു പോന്ന്. ഏതായാലും ആട് കഴിഞ്ഞ്. അതെ, ഇനി കർദുങ്ല ടോപ്പിലേക്ക് 29 കിലോമീറ്റർ. 29. ഇനി 29 ഉള്ളൂ. അപ്പൊ നമുക്ക് 29 കിലോമീറ്റർ ഉള്ളു. നമുക്ക് അടിപൊളിയായിട്ട് നമുക്കിനി സൗത്ത് പുള്ളു 14, കർദുങ്ല ടോപ്പ് 28, നോർത്ത് പുള്ളു 43. നമ്മളിപ്പോൾ 13,200 അടി ഉയരത്തിലാണ് പരപ്പുള്ളത്. അപ്പം ഇനി 17,000 എത്ര ഉണ്ട്? 4,000 അടി ഉയരത്തും കൂടി കയറണം. അതെ, അപ്പൊ ഇനി കയറ്റം കൊണ്ട് കയറ്റം തന്നെ കയറാം. പൊന്താനുള്ള സമയം തുടങ്ങുന്നതേ ഉള്ളൂ. സത്യം. പക്ഷെ ഉണ്ടല്ലോ ഈ 1-1 ഉന്തിനായിട്ടുള്ള സ്പീഡ് പോണില്ലേ, ടയർഡും ഇല്ലല്ലോ. പക്ഷെ ഉന്തലും ഇതിലൊക്കെ ഇപ്പൊ കൊറേയൊക്കെ എക്സ്പേർട്ടായി. സത്യം. ഒരു കുഴപ്പമില്ലാതായിട്ടോ ഇപ്പൊ കൊറേ. ഇപ്പൊ ഒരു കയറ്റം മുന്നേ കണ്ടാലും ഉന്തിട്ടെങ്കിലും മേലെത്താം ആ ഒരു കോൺഫിഡൻസ് ചിന്താഗതി വന്ന്. പണ്ട് എന്റെ പോരേക്കില്ല കുഞ്ഞത് കയറ്റാൻ തന്നെ. എന്റെ പോരേക്കില്ല അല്ല, മൂർക്കനാടത്തെ കയറ്റം. നമ്മള് മൂർക്കനാട് പള്ളിന്റെ അടുത്ത കയറ്റാൻ പഠിച്ച് കുട്ടിയത് ഓർമ്മ ഉണ്ടോ? എന്താച്ചാലേ നാട്ടിന്ന് ഇറങ്ങി ഉന്താ മടിയനി. അല്ലല്ലേ സൈക്കിളിൽ ഇറങ്ങുമ്പോ ആൾക്കാരെത്തേല് പറഞ്ഞു ഒന്നും കൂടി കണ്ടെത്തല് പറയില്ലേ വിചാരിച്ചിട്ട് അപ്പുറത്തെ റോഡ് കൂടെ കിലോമീറ്റർ കൂടുതലുള്ള റോഡ് കൂടെ പോലെ ഇനി. അല്ല അതൊക്കെ ഒരു കാലം.
നമ്മള് ഒന്നിലിട്ട് അങ്ങനെ ചവിട്ടുണ്ട്. ഇതാ ഞാനും പരപ്പനും ഒരേ ഫ്രെയിമിൽ. അല്ല അതിന്റെ മേലെ കൂടെ വണ്ടി വേണം നോക്കിയാ. മഞ്ഞൊക്കെ കാണുന്നുണ്ട്. ഇന്നലെ നമ്മളെ അങ്ങോട്ട് നോക്കി നോക്കിയാ. ഇന്നലെ നമ്മള് ബാസിത്തൊക്കെ പോയപ്പോ അവിടെ മഞ്ഞേനില്ലേ? അതെ, ഉനൈസ്കിയും ബാസിത്കിയും ബാസിത്തൊക്കെ പോയപ്പോ ഇന്ന് എന്താവും അറിഞ്ഞൂടാ. അപ്പൊ പരപ്പാ നമ്മളിങ്ങനെ കേറി വരുമ്പോ മലയാളി അല്ലേ എന്ന് ചോദിക്കണേ കേട്ട്. അപ്പൊ എല്ലാരും മലപ്പുറത്തു നിന്നാണ്. എല്ലാരും മലപ്പുറം ഓരോരുത്തരും അങ്ങോട്ട് പരിചയപ്പെടാം. പിന്നെ ഹോമിയോ ഡോക്ടറാണ്. പിന്നെ മക്കരപ്പറമ്പില് ക്ലിനിക്ക് ഉണ്ട്. ഞങ്ങളപ്പോ ക്ലിനിക്കൊക്കെ ഓരോരുത്തരെ ഏൽപ്പിച്ച് ഇവിടെ പോകുന്നതാണ്. ഞാൻ ഡോക്ടർ സമീർ, പത്തപ്പിരിയം എടോണ അടുത്ത്. അവിടെ കാരക്കുന്നാണ് ക്ലിനിക്ക് നടത്തുന്നത്. എന്നെ ദയ ഹോമിയോപ്പതി. ഒരു അഡ്വർടൈസ്മെന്റ് ആയിക്കോട്ടെ. ഞാൻ ഡോക്ടർ ജാഫർ, അറവങ്കര അതേപോലെ തന്നെ മലപ്പുറം 2 ക്ലിനിക്ക് റൺ ചെയ്യുന്നു. ഞാൻ ഉൻസാഫ് സൗദിയിലാണ് വർക്ക് ചെയ്തത്. പതിവിനെത്തിയത് ഫാസിൽ മുഹമ്മദ്, അരീക്കോട്, കാരിപ്പറമ്പ്, കീശേരിയാണ് ക്ലിനിക്ക് വരുന്നത്. ഡോക്ടർ റസാഖ്, മലപ്പുറം, പ്രോപ്പർ മലപ്പുറം. അപ്പൊ അവിടെ രോഗിയൊക്കെ ഒന്ന് മെഡിസിൻസ് എന്തെങ്കിലും വേണോ? കയ്യിലുണ്ട്. സെറ്റാണ്. സെറ്റല്ലേ? ഇല്ലേ? മലപ്പുറത്തെ എല്ലാ ഡോക്ടർമാരും ഇങ്ങോട്ട് ഇറങ്ങി അവിടെ രോഗികളൊക്കെ ഗ്രൂപ്പില് ഡോക്ടർ ചോദിച്ചേ ഉള്ളൂ. എല്ലാ ഡോക്ടർമാരോടും പോകുന്നല്ലേ. ഡോക്ടേഴ്സ് ലീവ് എടുത്തിട്ട് ഡോക്ടേഴ്സ് ഉണ്ട്, സ്റ്റാഫൊക്കെ സെറ്റാണ്. അപ്പൊ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇൻഷാല്ലാ ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് തന്നെയല്ലേ ഇറങ്ങാം. അപ്പൊ ഇൻഷാല്ലാ എന്താ നാട്ടിൽ നിന്ന് കാണാം. ഓക്കെ, കണ്ടതിൽ സന്തോഷം. ഓക്കെ, ബൈ. ഓക്കെ. ഞങ്ങളിങ്ങനെ പോരുമ്പോ പ്രതീക്ഷയെ നിങ്ങൾ എവിടെയെങ്കിലും കാണാനൊക്കെ ഞങ്ങൾ പറയണ്ടേ എങ്ങനെയാ ഇവിടെ ഞങ്ങൾക്കൊരു ചെറിയൊരു ടാക്സി ഇഷ്യൂ ഉണ്ടായി. ഞങ്ങൾക്ക് ലേറ്റ് ആകാൻ കാരണം, അതായത് കാർഗിലുള്ള ടാക്സി KL7 JK7 വണ്ടി ഇവിടെ വിടൂല അവര് തന്നെ. അപ്പൊ ഞങ്ങളോട് അത് അറിയിച്ചില്ല. ഭയങ്കര ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെയുള്ള ഒരു 100 ആളുകൾ കൂടി ഭയങ്കര ഇഷ്യൂ. ഡ്രൈവർ എടുത്ത് കൊണ്ടുപോയി, പോലീസ് എത്തി, അങ്ങനെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. എന്താ JK7 എന്താ പ്രശ്നം? അല്ലൂട അതിന്റെ കാരണം 40 വർഷമായിട്ട് ഇവരങ്ങനെ ഭയങ്കര ഫൈറ്റിംഗാ. ഇവര് 40 ആളുകളെ വണ്ടി ഇവര് നശിപ്പിച്ചു. അതുപോലെ കാലും കൈ കൊടുച്ചു വിടും. ഇവിടുന്ന് JK10 JK7 അതായത് കാർഗിൽ പോയി കഴിഞ്ഞാൽ, അതായത് മലപ്പുറത്തുനിന്ന് കോഴിക്കോട് പോയാൽ അടിച്ചു മാതിരി. സ്വന്തം വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല, പ്രൈവറ്റ് ആവശ്യത്തിനും വരാം. അപ്പൊ വരുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക, കാർഗിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരരുത്. ലേക്ക് സെപ്പറേറ്റ് ടൂർ പാക്കേജ് എടുക്കണം. അപ്പൊ കാശ്മീരിൽ നിന്ന് എടുത്താൽ കുഴപ്പമുണ്ടോ? ഒന്നും പറ്റില്ല. ലേക്ക് വണ്ടികൾ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ വിഷയം. രണ്ടാക്കിട്ട് എടുക്കണം, ഒന്നിച്ചൊരു പാക്കേജ്. കമ്പാരിറ്റീവ് ഇവിടുത്തെ ആളുകൾ ഡീസന്റാ. ഇവർ അത്രയും ചെയ്തിട്ട് ഞങ്ങളെ കാർഗിലത്തെ ഡ്രൈവർ ഇവർ ഒന്നും ചെയ്തില്ല. പിന്നെ ടൂറിസ്റ്റുകൾക്ക് യാതൊരു ഇഷ്യൂ ഇല്ല. ഞങ്ങളെ അവർ വളരെ മാന്യമായിട്ടാണ് പരിഗണിച്ചത്. അപ്പൊ ടെമ്പോ ട്രാവലറൊക്കെ വിളിച്ചു വരുന്ന പോലെ എന്ത് ചെയ്യും? എല്ലാ ഇഷ്യൂ സെയിം ഇഷ്യൂ. അപ്പൊ ഡൽഹിയിൽ നിന്ന് തന്നെ വരുന്ന ആൾക്കാരുണ്ടല്ലോ. ഇവിടുത്തെ ഈ JK7 10 ആണ് പ്രശ്നമുള്ളൂ. നമ്മളുണ്ടല്ലോ അങ്ങനെ സൈക്കിൾ ചെയ്യുമ്പോൾ ട്രൈബൻ RC 100. Wow, great. Have you changed the tires? Yeah, one time. Okay, that's good. RC 100. Nice bike. Yeah. Within 90 days. Yeah. Congratulations, man. What's your name actually? Shreen. Shreen. Great. Shreen. BRM within 90 days. 19. That's cool. Only 90. Now 90. That's great. ഒരു 2 പേരാണ് കേട്ടോ അല്ലത്. ഒരാള് മേലെന്ന് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ കർത്തുങ്കിലെ കേറി ഇറങ്ങാണ്. When did you started to climb the Kardungla top? This one, no, we didn't climb from here. We just gone through a transport. Okay. Till Kargil War Memorial is up BRM. Okay. Saji. കോസ്മിക്കിന്റെ സൈക്കിൾ എടുത്തിട്ട് Firefly house name. കൊല്ലം അല്ല, കൊല്ലങ്കോട്. എവിടെ? കൊല്ലങ്കോട്. ഗ്രൂപ്പ് സെറ്റും ഗിയേഴ്സും ഒക്കെ ചേഞ്ച് ചെയ്തതാണോ? തണുക്കുന്നുണ്ടല്ലേ? ഇത് 19 ദിവസം കൊണ്ട് ഈ ടയറിൽ BRM ഫിനിഷ് ചെയ്തോ? That's cool, great. It's a brand new cycle, both.
Both. Sponsored by Decathlon, and he got it from his NCC senior. That's cool, great. Actually, what is that? Is that hydromechanical brakes or normal mechanical brakes? No, it's a normal mechanical. Oh my god. It's a normal one. Great. Yeah, see It's really nice to meet you guys. Great effort. Congrats. അപ്പതാ വൈമ നമുക്ക് കുടുംബക്കാരെ വീണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാക്ക എങ്ങനെ കുടുംബം? എത്ര ദിവസമായി പറ്റിക്കാൻ തുടങ്ങിയാണ്? കേക്കാൻ തുടങ്ങിയതാണല്ലോ കുടുംബമാണ് എന്ന് പറഞ്ഞിട്ട്. വന്നിട്ടുണ്ട്, ഇവിടെ എത്തിയിട്ടുണ്ട്. കുടുംബാണ്, അമ്മായിന്റെ മോളാണ്, എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തായാലും വഴിയിൽ വെച്ച് കാണുന്നുണ്ട്. ഞങ്ങളെ ബ്ലഡ് ഒരു ട്രാവൽ ബ്ലഡ് ആണ്. നേരിട്ട് കണ്ടിട്ട് വേണം സത്യാവസ്ഥ തിരിച്ചറിയാൻ. പറഞ്ഞോളേ എന്നാ പ്രശ്നം തീർന്നല്ലോ അല്ലേ? കുടുംബാണ് അല്ലേ പറപ്പ? കുടുംബക്കാരെ കിട്ടിയില്ലേ? അതെ, കുടുംബക്കാരെ കിട്ടിയിട്ടോ വൈമന്ന്. ഏതായാലും നമ്മള് വന്നപ്പോ നമുക്ക് വണ്ടി വന്ന് ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ലൂബ് കൊടുക്കണോ അല്ലെങ്കിൽ ലൂബ് ഉണ്ടാണ്. അല്ല, നല്ല ഉള്ളിലാണോ കാക്ക? ചെറിയ ചെറിയ പരിപാടികൾ. എന്റെ പല പേരും സെക്യൂർ ബൈ തന്നെയല്ലേ? ശരിക്കും തച്ചണ്ട 2 സെക്യൂർ ആക്കാരുണ്ട്. എല്ലാ ആൾക്കാരൊക്കെ അങ്ങനെ. അതാണ് നല്ല അടിപൊളിയാ. ഇതൊക്കെ മാലൊക്കെ ഫോൺ ചാർജ് ചെയ്യാനാ വെച്ചിട്ട്. ഇത് അതിന് മഴ ഉള്ളക്കല്ല സാധനം. അതിന് ഓട്ടോ ഇട്ടൊക്കെ. ഓക്കെ, നമ്മളെ ചെയിനുമെന്നേ ചെയിൻ ലൂബ്രിക്കൻ്റ് അത് ലൂബാ. നമ്മളെ ചെയിനുമെന്ന് നല്ല സൗണ്ട് ഉണ്ട്. സോ ജസ്റ്റ് ഒന്ന് ലൂബ് എടുക്കട്ടെ. ഓക്കെ, ഞാൻ അപ്പൊ ഇവലൊക്കെ പരിചയപ്പെട്ടെ. നിങ്ങളൊക്കെ പേരെന്താ? പേര് അനീഷ്. അനീഷ്. എവിടുന്നാ? ഞാന് മഞ്ചേരി അല്ലെ പൂക്കോട്ടൂർ പ്രോപ്പർ. പൂക്കോട്ടൂര്. എന്റെ കുടുംബക്കാരന്റെ പേരെന്താ? എന്റെ പേര് സക്കീർ. ശരിക്കും ചോദിക്കാൻ പാടില്ല, ഏ പേര് ചോദിക്കാൻ പാടില്ല, കുടുംബക്കാരാണല്ലോ. ശരിക്ക് പേരെന്താ? ശരിക്കും പേര് സെക്യൂർ എന്നാണോ? ആ ഓക്കെ, എടവണ്ണ. ഓക്കെ, എന്റെ വാപ്പാന്റെ പേരാട്ടോ. എന്റെ പേര് ഷാമിൽ. ചാലി, നമ്മളെ ഷാമില്. പിന്നെ നിബ്രാസ് ചാലിയം. നിബ്രാസ് ചാലിയം. ഓക്കെ. ഒരു പെൺകുട്ടി ഇത്രയും ഒരു റിസ്ക് എടുക്കുന്നതും ഇത് കയറ്റുന്നതും അതില് പ്രശംസിച്ചേ മതിയാവും ഒരു മലയാളി എന്ന നിലയിൽ. ഞാൻ ഊന്നി പറയുകയാണ് സുഹൃത്തുക്കളെ. ഞാന് ഫസ്റ്റത്തെ പോസ്റ്റ് കണ്ടപ്പോ തന്നെ വിചാരിച്ചതാണ്, ഒരു നേരിട്ട് കണ്ടിട്ട് ഒരു കൺഗ്രാജുലേഷൻ. നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ? പിന്നെ സെക്യൂറിന്റെ കുടുംബക്കാരും മോശമാവില്ല. എന്നായിക്കോട്ടെ, നിങ്ങൾ ഇങ്ങനെ തല്ലേ ഞങ്ങൾ താഴത്തേക്ക് എത്തിയാളും. ഞങ്ങളിത് മേലൊക്കെ ഒന്ന് കയറും. എന്നാ വിട്ടാലോ വരപ്പോ? കാണാം ഇൻഷാല്ലാ. കുടുംബക്കാരാ. ശരി. മിലിറ്ററി വണ്ടികൾ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. പരപ്പാ, മിലിറ്ററി വണ്ടികൾ പാസ് ചെയ്യുന്നുണ്ട്. ആ ദൂരെ കാണുന്നതാണ് ലേ പട്ടണം. എൻ്റെ മേലെ ഫുള്ള് മഞ്ഞ് വീണ മലനിരകള്. പരപ്പാ, ടയർഡായോ? കുറച്ചില്ലേ? പക്ഷെ ഉണ്ടല്ലോ, ഇന്ന് നമ്മള് ഫുള്ള് ചവിട്ടിയേക്കാട്ടോ. മീൻസ് ലഗേജ് ഇല്ലായിട്ടാ തോന്നുന്നുണ്ട്. ഇതുവരെ നമുക്ക് ഇങ്ങനത്തെ റോഡ് കൊറേ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അന്ന് ലഗേജ് ഉണ്ടായോണ്ടേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലഗേജും ഒരു വലിയ ഇമ്പോർട്ടന്റ് ഘടകമാണ്. നമ്മള് വന്ന വഴിയാട്ടി കാണുമ്പേ എന്തോ പായൊക്കെ നിർത്തിട്ട മാതിരി ഇങ്ങനെ വളഞ്ഞ് 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 കാണുമ്പോ അല്ലേ? ഇനിയിപ്പോ എത്ര കിലോമീറ്റർ? 23 കിലോമീറ്റർ. 23 കിലോമീറ്റർ. ബേജാറാണ്ട, നമുക്ക് ഇനി സൗത്ത് പൂളിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. നമുക്കൊന്ന് പറ്റൂലെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ സ്റ്റേ എടുത്തിട്ട് നാളെ കയറിയാൽ മതി. നമ്മളെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ 1 മണി ആയത് ഏകദേശം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഹായ്, ഇതാണ് കേട്ടോ ജമ്മു കാശ്മീർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ആ കർദുംഗ്ല ടോപ്പ് വരെയുള്ള ബസ്. അല്ലാ, അതിൽ ഛർദിച്ചാണ്ട് തല കണ്ട് പുറത്ത് കിട്ടിക്കണേ. ഇപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം
ഇടങ്ങാറായിട്ടുള്ള റൂട്ടാണ്. കാരണം ആകെ ഒരു വണ്ടിക്ക് പോകാനുള്ളൊരു സ്പേസേ ഉള്ളൂ. പിന്നെ ഒന്ന് ഇങ്ങോട്ട് പാളിയാൽ പിന്നെ അഗാധമായ ഗർത്തത്തിലേക്കാണ് പോകാൻ പോവാ. സോ ബി കെയർഫുൾ. എന്നോട് തന്നെ പറഞ്ഞതാ പാർപ്പാ, ബി കെയർഫുൾ. ഓക്കെ ഓക്കെ ബോസ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പം ഇത് ലഡാക്ക് പോലീസാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ചോദിച്ചു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. യു ആർ ദ ഗ്രേറ്റസ്റ്റ് പേഴ്സൺ വി ഹാവ് എവർ മെറ്റ്. താങ്ക് യു സോ മച്ച്. ഹാ, ഓഫ് കോഴ്സ്. അപ്പോൾ നമുക്ക് ഇനി ഒരു 20 കിലോമീറ്ററും കൂടെ തണുപ്പ് കൂടിട്ടാ. ഇവിടെയൊക്കെ മഞ്ഞ്, നമ്മളെ തൊട്ട് മുന്നത്തെ മലയിലൊക്കെ അവിടെയൊക്കെ മഞ്ഞായിട്ട് കാണുന്നുണ്ട്. താഴത്തേക്ക് ഇറങ്ങണവര് മുഴുവൻ പറഞ്ഞത് നല്ല തണുപ്പാണ്, നല്ല കാറ്റാണ്, തീരെ നിൽക്കാൻ കഴിയും. അങ്ങോട്ട് പോലൊക്കെ പെട്ടെന്ന് തിരിച്ചു വരുന്നുണ്ട്. നമുക്ക് പോയൊക്കെ അല്ലേ ഷാനിക്ക? ഇവിടെയല്ലേ പോലീസുകാർ തന്ന കൊക്കക്കോളയൊക്കെ ഉണ്ട് കേട്ടോ. ഞാനൊക്കെ പിടിച്ച് പോവാം. കാവാണ് ഇനി മറ്റേ സ്ഥലത്തേക്ക് 6 കിലോമീറ്റർ, സൗത്ത് പുള്ളൂക്ക് 6. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല വരപ്പാ. ആ അതെ. ഇവിടുന്ന് നോക്കുമ്പോൾ ആ മഞ്ഞുമലയൊക്കെ നമ്മളെ താഴത്തായിട്ടായിട്ടാണ് കാണുന്നത്. ശരിക്കും മേലെ തന്നെ ഇരിക്കും, പക്ഷെ നമുക്ക് അങ്ങനെയാണ് തോന്നണേ. ഇത് സ്റ്റാലിക്കൻ്റെ വീഡിയോയിൽ കണ്ട ആ നായി ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ. സ്റ്റാലിക്കൻ്റെ വെയ്ത്തോല വീഡിയോ വരപ്പാ അല്ലേ? നമ്മൾ വെയ്ത്തോല വരിക്കാരം കണ്ടോ? സ്റ്റാലിക്കാൻ്റെ വീഡിയോയിലൊക്കെ കണ്ടാൽ നായിതാ നമ്മളെ നോക്കി അങ്ങനെ വരുന്നത്. അതിന് കൊടുക്കാനൊക്കെ നമുക്ക് കഴിയുന്നില്ല. നല്ല കാറ്റടിക്കുന്നുണ്ട്. എന്താവും അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും സൗത്ത് പോളിലല്ലേ എന്തായാലും പോയി നോക്കാം. 4 കിലോമീറ്റർ നോക്കട്ടെ. വെള്ളം കാണുന്നതൊക്കെ ഐസാട്ടോ, സ്നോ ആണ്, മഞ്ഞാണ്. നമ്മൾ കണ്ടോ ഇവിടെയൊക്കെ സ്നോ വീണ് കിടക്കുന്നുണ്ട്. ട്രൈ കയറ്റം നല്ല കാറ്റ്, തണുപ്പും തണുത്ത കാറ്റും. സൈക്കിള് ചവിട്ടുമ്പോ വണ്ടി ഇങ്ങനെ ഇളകുന്ന പോലെ തോന്നുന്നു. എന്തല്ലാതെ അതുകൊണ്ട് രക്ഷല്ല. അതേപോലെ തണുപ്പും. പോയി നോക്ക അല്ല തന്നെ എത്തുന്നിടത്തോളം എത്തും. അത്രേ ഉള്ളൂ. ഇനി ഒരു 3 കിലോമീറ്ററും കൂടെ സൗത്ത് പുള്ളുവിലേക്ക്. പരപ്പാ സൗത്ത് പുള്ളുക്ക് ഇനി വെറും 3 കിലോമീറ്റർ. ഇറങ്ങുന്നോലും മുഴുവൻ പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. എന്താ സ്നോഫാള് നന്നായിട്ടുണ്ട്, നല്ല തണുപ്പാണ്, നല്ല കാറ്റാണ്. ഒരു കാക്കൻ്റെ ഹെൽമെറ്റൊക്കെ പാറിപ്പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സൗത്ത് പൂളിൽ എത്തിയിട്ട് അവിടുത്തെ മട്ടം പോലെ ബാക്കി നമുക്ക് തീരുമാനമാക്കാം. ഒരു 3 കിലോമീറ്റർ കൂടെ പോയി നോക്കാം. മുന്നത്തെ മലയൊക്കെ മുഴുവൻ മഞ്ഞാണ്.
കാറ്റാണ്. സോ നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. നമ്മളെന്തായാലും സൗത്ത് പൂളിൽ എത്തിയിട്ട് അവിടുത്തെ ഒരു കാലാവസ്ഥക്കനുസരിച്ച് തീരുമാനം ഉണ്ടാക്കാം. ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു തരി പോലും ക്ലൗഡ് ഇല്ലാത്ത ആകാശമായിരുന്നു. ഇന്ന് ഫുൾ ക്ലൗഡി ആയിട്ട് സൂര്യനൊന്ന് ശരിക്ക് ഇവിടെ സൂര്യനോടെ കാണാൻ പോലും പറ്റുന്നില്ല, അത്രയും ക്ലൗഡിയാണ്. പെരും കാറ്റുമല്ലോ വരപ്പം എന്നാടോ പാരിപ്പോണ് അച്ചക്കത്തെ കാറ്റാണ്. പറപ്പ പോട്ടെ. അപ്പോൾ ഇതാ മക്കളെ സ്നോൻ്റെ ലെവൽ കൂടി വന്നു. ഇപ്പം ഒന്ന് മിക്കവാറും ഈ കാറ്റുകൊണ്ടൊന്നും മേലേക്ക് കയറാൻ പറ്റിക്കോളുന്നില്ല. പരപ്പത് ആടി പോണ്. സ്നോ ഉണ്ടോ നിങ്ങൾ? മഞ്ഞ് വേണ്ട എടുക്കണുണ്ടോ? അപ്പൊ എല്ലാരും മഞ്ഞ് കണ്ടില്ല മക്കളെ, പൗതി മഞ്ഞ് മൂടിയ മലകളല്ലേ. പോകുന്ന വഴിയിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. സോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നല്ല തണുപ്പുണ്ടല്ലോ വേറെപ്പാ. ആട്ടോ ആ അത്ര മഞ്ഞിന്റെ അടുത്ത് കൂടെ പോകുന്നത് നമുക്ക് അവിടുന്ന് മനസ്സിലായില്ലല്ലോ. കണ്ടോ ഫുള്ള് മഞ്ഞ് വീണെടുക്കുകയാണ്. പക്ഷെ നമുക്ക് അതിൻ്റെ അടുത്തുനിന്ന് കണ്ടപ്പം കുഞ്ഞു മഞ്ഞൾ ഇല്ലേ. സെറ്റല്ലേ? ഞാൻ കുറച്ച് വെള്ളം കുടിച്ചോളി കുത്തി. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് കാണുന്നുണ്ടോ? എന്താ കാണുന്നേ? സൗത്ത് പുള്ളു പറപ്പാണ് ചോദിച്ചിട്ടുള്ളൂ. 1 കിലോമീറ്ററിന്റെ ബോർഡ് എന്താ കാണാത്ത? എന്താ തൊട്ട് മുമ്പിൽ 1 കിലോമീറ്ററിന്റെ ബോർഡ് ഉണ്ട്. സോ സൗത്ത് പുള്ളൂന്ന് കർദുംഗ്ലന്റെ മേലേക്ക് 14 കിലോമീറ്റർ ആണ് ഉള്ളത്. 14. നമുക്ക് അവിടെ ഒരു 3 മണിന് മുമ്പാണ് നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ കർദുംഗ്ല നമുക്ക് കയറാം, അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം. സെറ്റല്ലേ? ഇതാ സൗത്ത് പുള്ളു 1 കിലോമീറ്റർ പറഞ്ഞ ബോർഡാണത്. എന്താ തൊട്ട് മുമ്പിൽ ആ വളവിൻ്റെ അപ്പുറത്ത് സൗത്ത് പുള്ളും ഉണ്ട്. ഞങ്ങളിങ്ങനെ പതുക്കെ സൈക്കിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാറ്റിൻ്റെ പ്രസൻസ് കൊണ്ട് ഈസി ആയിട്ട് മുമ്പ് പോകുന്നുണ്ട്. ഒരു കുഞ്ഞ് തലവേദന ഉണ്ട് അല്ലേ വരപ്പാ? ചെറുത്. പിന്നെ ഈ പറയണത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ അറിയില്ല കേട്ടോ. അങ്ങനെതാ നമ്മൾ സൗത്ത് പുള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. സമയം പറ്റ ലേറ്റായി പോയി. 3 എന്നൊക്കെ പറഞ്ഞാൽ 4 ആയിട്ടുണ്ട്. സോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പരപ്പാ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം അല്ലേ? അങ്ങനെതാ നമ്മുടെ സൗത്ത് പുള്ളിലെത്തി. പരപ്പ ബാക്കിൽ വരുന്നുണ്ട്. സോ എന്താ പറയുക, പതുക്കെ ഇങ്ങനെ പോവാണ്. ആ ഫുഡ് ഇവിടെ അല്ലല്ല ഫുഡാണോ? പെരും കാറ്റാണ്ട് അവിടെ. നമ്മളിവിടെ എത്തി. ഈ ഒരു ഹോട്ടലിൽ ചെന്നപ്പം ഫുഡുണ്ടോ എന്ന് ചോദിച്ചപ്പം ഫുഡില്ല അത്ര. ഫുഡൊക്കെ കഴിഞ്ഞു. ഇവിടെയൊക്കെ സ്നോ നടക്കും. നമുക്ക് ബ്രെഡ് 2 തന്നിച്ചിന്ന് മുമ്പ് പോയേക്കാലോ
അതിനുണ്ട് ജി. നമ്മള് സൈക്കിള് കാറ്റത്ത് വികാതെക്കാൻ അവിടെ കിടത്തിയാട്ടോ വെച്ചിട്ടുണ്ടായിന്. അപ്പതാ നമുക്ക് ഇനി ഇതിന്റെ മുമ്പ് പോകാൻ കഴിയില്ല. നമ്മൾ ഇവിടെ എത്തിയപ്പോൾ 5-5:30 സമയം. സോ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വരപ്പുറം തിരിച്ചു പോകണം. നമ്മളെ സൈക്കിള് സിയാച്ചിൻ വാരിയേഴ്സിന്റെ ഈ കേമ്പിൽ വെച്ചു. പറപ്പാ നമ്മൾ നാളെ രാവിലെ ക്ലൈമറ്റും എല്ലാം സെറ്റ് ആണെങ്കിൽ വരും. അല്ലെങ്കിൽ നമ്മളെ സൈക്കിൾ ഇവിടെ നിൽക്കട്ടെ എന്ന് നോക്കേണ്ടി എപ്പോഴാണോ സെറ്റ്. അപ്പോൾ എങ്ങനെയുണ്ട് മേലെ പോയിട്ട്? പറയാനില്ല. ആ പറയും. ഒന്നും പറയാനില്ല. മരണത്തിന് മുന്നിൽ കണ്ട അവസ്ഥ. ഞങ്ങളിപ്പോ മുമ്പൊക്കെ പോവാണെങ്കിൽ ഞങ്ങളെ അവസ്ഥ പോണ്ടെന്ന് മാത്രമേ ടൈമിന് ഇപ്പൊ സമയത്ത് 5 മണി പോലെ ടെന്റ് അടിച്ച് വേറെ ഒന്നും നോക്കണ്ടല്ലോ. ഞങ്ങള് സത്യം ഇവിടെ വന്നു. ഇവിടെ ഫുഡൊന്നും കിട്ടാല്ല, ബ്രെഡും ചാമോ ഇത്. അപ്പൊ ഇവിടെ ആർമിക്കാരോട് സൈക്കിൾ എന്തെങ്കിലും വഴി ഇപ്പൊ മുന്നോട്ട് പോകാണ്ടിരിക്കാവുന്ന ഏറ്റവും ബെറ്റർ. നാളെ രാവിലെ നേരത്തെ വരാൻ പറഞ്ഞു. ഓൽക്ക് ആളുകൾ നമ്മളിവിടെ ബൈക്ക് കൊണ്ട് കാറ്റടിച്ച് ബൈക്ക് വരെ മറിഞ്ഞു വീണു. അതായത് ഇന്ന് വല്ലാത്തൊരു ക്ലൈമറ്റാ. പോകുന്നവരൊക്കെ അതാ പറഞ്ഞ, നല്ല മഞ്ഞുവീഴ്ച ഉണ്ട്, നല്ല കാറ്റുണ്ട്. സോ നമ്മളെ സൈക്കിൾ ഇവിടെ നമ്മൾ സേഫ് ആക്കി വെച്ചത്. അവിടെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല, ആർമിന്റെ സ്ഥലല്ലേ. അപ്പം സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇനി എങ്ങനെങ്കിലും ലിഫ്റ്റ് ആയിട്ടോ എങ്ങനെങ്കിലും ഒക്കെ ഇവിടുന്ന് പോകും. നാളെ രാവിലെ ഇങ്ങോട്ട് വരും. പിന്നെ വണ്ടി ഇട്ടിട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ എല്ലാരും എന്നാ നമുക്ക് വൈമെന്ന് പരിചയം എല്ലാം ഇവിടുന്ന്. നല്ല പോലീസുകാരല്ലേ, നല്ല പട്ടാളക്കാർ. നമുക്ക് ആദ്യം ചൂടുവെള്ളം തന്നെ ചായ തന്നെ. സൈക്കിൾ സേഫ് ആക്കിയിട്ട് ഇവിടെ സെറ്റാണ്. ഇവിടെ അതിനോട് വലിയ സീനില്ല. പോലെ നമ്മള് ഒരു ബൈക്ക് ഞാൻ എടുക്കാം. താങ്ക് യു സോ മച്ച്. അപ്പൊ ഉണ്ടല്ലോ പറപ്പാ സൈക്കിൾ അവിടെ സെറ്റ് ആക്കി. അപ്പം അൽഹംദുലില്ലാ സൈക്കിൾ അവിടെ സാറ് പറഞ്ഞു ഒന്നും ബേജാറാവണ്ട, നാളെ അവിടെ വരുമ്പോ സൈക്കിൾ സേഫ് ആയിരിക്കും. പക്ഷെ ആളുകൾ ഓൽക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. भाई आपका नाम क्या था सर? मेरा नाम तहीद है। ओके, हम केरला से है, साइकिल पे आया था. अभी आगे जाने के लिए मुश्किल हो रहा था, इसकी वजह से साइकिल उधर रखा है. अभी ले वापस जाके फिर कल आ जाएगा. അപ്പൊ നമ്മള് വഴി മക്കളെ മഞ്ഞു മൂടി കിടക്കുന്നേ. ആവാത്ത പീസായാ മതിയായിരുന്നു. ഇതിന്റെ ഒപ്പം പിടിച്ചാ ഓൽക്ക് തോന്നില്ല. ഒന്നാമത്തെ തണുത്ത് നിൽക്കല്ലേ. എന്തോ മുത്തൊക്കെ കൊഴിഞ്ഞാടി കിടക്കണ പോലെ അങ്ങോട്ട് അതിൽ നമ്മള് വന്നു വരട്ടാ. പക്ഷെ ശ്യാമന്തി സ്റ്റാലിക്കാൻ വീഡിയോയിലൊന്നും ഇങ്ങനൊന്നും കണ്ടില്ലല്ലോ. അതിന് ഓല് നേരത്തെ കേറിയില്ലേ, നമ്മള് പിന്നെ എത്ര കഴിഞ്ഞാ കേറുന്നേ. പറഞ്ഞ ഞാൻ മെച്ചാണെന്ന് തോന്നിപ്പോയി. അപ്പൊ എന്തായാലും നമ്മളെ സൈക്കിൾ അവിടെ സേഫ് ആണ്. പക്ഷെ നമ്മൾ ഓൽക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തോണ്ടാണ്. അപ്പൊ നമ്മള് സൈക്കിൾ അവിടെ സേഫ് ആക്കി വെച്ചു. ഇനി നമ്മള് താഴേക്ക് ലിഫ്റ്റ് ചോദിച്ചിട്ട് താഴേക്ക് ഇറങ്ങാണ്. നാളെ ഇൻഷാ അല്ലാഹ് നാളെ ഇങ്ങോട്ട് തന്നെ കയറിയിട്ട് സൈക്കിൾ ഇവിടുന്ന് എടുത്തിട്ട് നമുക്ക് മേളിലേക്ക് കയറണം എന്ന് വിചാരിക്കുന്നത്. നമ്മളോട് എല്ലാവരും പറഞ്ഞ എന്താ വെച്ചാല് ഇപ്പൊ ക്ലൈമറ്റ് മഹാമോശമാണ്, മഞ്ഞുവീഴ്ച നന്നായിട്ടുണ്ട്, നല്ല കാറ്റുണ്ട്. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റ്, നമുക്ക് സൈക്കിൾ ഓടിക്കാൻ വയ്യനു. ഇവിടെ അത്യാവശ്യം നല്ല റോഡേനു കേട്ടോ, അതായത് നമുക്ക് ചവിട്ടി കയറ്റായിരുന്നു. പക്ഷെ വണ്ടിമ കയറിയിരുന്നാൽ അപ്പൊ കാറ്റേനു. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് രാവിലെ നേരത്തെ വന്നിട്ട് നമുക്ക് മേലെ പോയിട്ട് ഇറങ്ങാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ പയ്യനെ കണ്ടോണ്ട് നമുക്ക് സുഖമായിട്ട് പോവാനായി വരാനായി. കുറച്ച് ഹൊറർ ഡ്രൈവിംഗ് ആണ്. അവിടെ ഇരുന്നിട്ട് പേടിയാട്ടോ. ഇത് നമ്മളെ താമരശ്ശേരി ചരം മാതിരി ഒരു ഫീലിംഗ്.
ആടാ ഓൽക്കിത് സ്ഥിരം പോയി ശീലമുള്ള റൂട്ടായോണ്ടാ തോന്നുന്നത്. പക്ഷെ നമ്മളാദ്യായിട്ടല്ലേ നമ്മൾ ഇത്രയും ദൂരൊക്കെ ഒന്ന് പോകുന്നില്ലേ? 20 കിലോമീറ്ററിന്റെ മേലെ നമ്മൾ പോകും. അതായത് ഇനി 14 കിലോമീറ്റർ കൂടി ഉള്ളൂ, അതായത് 25 കിലോമീറ്റർ. ഓ നല്ല ഓർമ്മയുണ്ട്. മാണ്ട കൂടുതൽ പറയണ്ട, തിരിച്ചോ. മഞ്ഞുമലയല്ലേ? ഒരാള് പേടിച്ച് പറിച്ച് പുറത്തിറക്കണ്ട. അപ്പുറത്തൊക്കെ എങ്ങാനും കൊയിഞ്ഞാടിയ പിന്നെ എത്തിനാ നമ്മളെ പറ്റിയ എക്സ്പേർട്ട് ആട്ടോ അല്ലേ? അതെ, നമ്മൾ എത്ര സമയം കൊണ്ട് കേറിയതല്ലേ. രാവിലെ 9 മണിക്ക് കേറാൻ തുടങ്ങിയ ഒരു ടീം. അപ്പൊ നമ്മൾ ഇതുവരെ സേഫ് ആയിട്ട് ഏട്ടനെത്തിച്ചു. ഭയ്യ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. फिर मिलेंगे. താങ്ക് യു. അതെ, അതിനെന്താ നടന്നു പോണം. അല്ല എത്തുന്നിടത്ത് എത്തിയില്ലേ? ഒറ്റ റോട്ടിനാണ് സുഖം. ഈ റോഡല്ല. ആണോ? അല്ല, സെയിം റോഡ് തന്നെ. അല്ല, ഇവിടുന്ന് താഴത്തേക്കാണ്ട് ഇറങ്ങിയ ലേലെത്തി. പറപ്പോയി. അപ്പൊ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ എന്താ പറയാ, ഏതായാലും നമ്മളെടുത്ത തീരുമാനം നന്നായി. തീരുമാനം നന്നായി. അപ്പൊ കുത്തണം. മേലിന് താഴത്തേക്ക് വരുന്നോലൊക്കെ പറയണത് എന്താ വെച്ചാല് ഭയങ്കര തണുപ്പാണ്. ടൈമിൽ മേലൊക്കെ ഞങ്ങൾ പിന്നെ പോയ ബൈക്കാർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തിരിച്ചു പോരാ. ഞങ്ങൾക്ക് അത് നടക്കൂല. മേലൊന്നും ഞമ്മക്ക് സ്റ്റേ ഒന്നും കിട്ടുകയല്ല. നമ്മൾ ഭയങ്കരമായിട്ട് ഞങ്ങൾ അതേപോലെ മറ്റേ മിലിറ്ററിക്കാരോട് അഭിപ്രായമൊക്കെ ചോദിച്ചിട്ടാട്ടോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത്. അപ്പം ചാടിക്കേറി തീരുമാനം. പക്ഷെ നമുക്ക് എന്താ അറിയോ, പെട്ടെന്ന് സൈക്കിൾ അവിടെ സെറ്റ് ആക്കാൻ പറ്റി. അത് കഴിഞ്ഞപ്പോ നമുക്ക് മറ്റേ ട്രക്കിൽ ലിഫ്റ്റ് കിട്ടി. അവിടുന്ന് പിന്നെ നമുക്ക് പെട്ടെന്ന് ഇവിടെ എത്താൻ പറ്റി. വേഗം പോയി ആദ്യം വയറ് നിറച്ച് എന്തെങ്കിലും രാവിലെ ബണ്ണ് കഴിച്ചതല്ലേ? ഒന്നും കഴിച്ചില്ല. രാവിലെ 2 ബണ്ണും, ഓരോ ബണ്ണും, പിന്നെ ഇടക്ക് മുട്ടായി ഇങ്ങനെ. അപ്പൊ നമുക്ക് വൈമന്ന് കിട്ടിയ കാക്കാര് കേട്ടോ. നിങ്ങൾ ഇന്ന് എന്തായിരുന്നൊരു മേലെ കേറിയിട്ട് എന്തേനും അവസ്ഥ? പറയണ്ട, അവിടത്തെ മൊത്തം മഞ്ഞ്, നല്ല കാറ്റും മഞ്ഞും. ഇതില് നമ്മളെ ശരിക്കും നമ്മളെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്, സെൽഫി എടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഗ്ലൗസ് ഊരാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് അവസ്ഥ. അതൊന്ന് ഊരിക്കാൻ നമ്മുടെ കൈ തണുപ്പ് മരവിച്ചു. ഇന്ന് ഏടുക്ക് പോവാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്? ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് കർദുങ്കലയിൽ നിന്ന് നുബ്ര വാലി പോയിട്ട് അവിടെ സ്റ്റേ ആക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ ഞങ്ങളുടെ ഇത്രയും ഒരു അവസ്ഥ, റോഡൊക്കെ മഞ്ഞും മുടിക്കുന്ന അവസ്ഥ ആയതുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വണ്ടി സ്ലിപ്പ് ആവുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് അത് ക്യാൻസൽ ചെയ്ത് തിരിച്ചു വരേണ്ടത്. ഞങ്ങൾ അതേ അവസ്ഥ. ഞങ്ങൾ വൈമല് വണ്ടി വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി, വണ്ടി അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അത്രയ്ക്ക് ഭയങ്കരമായിട്ടുള്ള അവസ്ഥയായിരുന്നു. പക്ഷെ എന്താ കേസ്, നിങ്ങൾ എന്തായാലും നിങ്ങളൊരു യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ലൈഫിൽ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട സ്ഥലമാണ്. ഒരിക്കലും മിസ് ചെയ്യരുത്. കർദുങ്കല. പക്ഷെ പറയാനുള്ളൊരു സന്ദേശം കൂടി ഉണ്ട്. ഈ ടൈമില് മാക്സിമം പോവാതെ കറക്റ്റ് കർദുങ്കല പാസ് പോകാൻ പറ്റിയ, നുബ്ര ഒക്കെ പോകാൻ പറ്റിയ ടൈം എന്ന് പറയുന്നത് റൈഡിങ് സീസൺ ആണ്. അത് എന്ന് പറയുന്നത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെ. അത് കഴിഞ്ഞാല്
വിൻഡ് ഓവറായി തുടങ്ങും, അതുപോലെ ഇടയിൽ സ്നോഫാള് പെയ്തു തുടങ്ങും. പിന്നെയുള്ള ഇഷ്യൂ എന്താ വെച്ചാല് ഇന്നത്തെ നമ്മളെ ഇഷ്യൂ ആണ്. ഞങ്ങള് പോണ ടൈമില് ചെറിയ സ്നോ ഉള്ളു, തിരിച്ചു വരുമ്പോ ഫുള്ള് വെള്ള മലകള്, അതായിരുന്നു അവസ്ഥ. പക്ഷെ നമ്മൾ കാണാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങൾ തന്നെയാണ്, പക്ഷെ കാണുന്നത് പക്ഷെ കുറച്ച് മാത്രമല്ല, ഞങ്ങള് വിൻഡിന്റെ പവർ പറയണമെന്നുണ്ടെങ്കിൽ ഇവര് ഹിമാലയം നിർത്തിയിട്ടതിന് ശേഷം വരെ ഹിമാലയം വീണു കാറ്റോണ്ട്, അമ്മാരി കാറ്റായിരുന്നു. നിങ്ങളെ പേരൊക്കെ പറഞ്ഞോളി. എവിടുന്നാണ്? എന്റെ പേര് ഷിപ്പാക്ക്, കൊച്ചി. കൊച്ചി. ഞാൻ ബാബു, ഫോർട്ട് കൊച്ചി. ഞാൻ സുൽഫിക്കർ, ഫോർട്ട് കൊച്ചി. പിന്നെ രണ്ട് നമ്മൾ അരീക്കോട്ടാറുണ്ട് കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്നാ പേര് പറഞ്ഞോളി. അദീബ്. അദീബ് അരീക്കോട്. അപ്പൊ കാക്കയുടേനു അപമാനിച്ചു. അത് ഓട്ടോമാറ്റിക്കലി വന്നു പോണതാ. ഉമ്മയുടെ അടുത്ത് ഇപ്പൊ വരാന്നും പറഞ്ഞ ആളാണ്. വോയിസ് ഞാൻ കേട്ട്. നിങ്ങള് പേര്? ഫോർട്ട് കൊച്ചി. നിഷാദ്. നിഷാദ്. എന്റെ ഒരു അജീഷ്. ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചി മച്ചാനാണ്. മട്ടാഞ്ചേരി. മട്ടാഞ്ചേരി. ഓക്കെ. ചിഞ്ഞത്തു പറയാല്ല. ചിഞ്ഞത്തു പറയാലല്ലേ? ഇന്നെല്ലാരും കൂടി കളിയാക്കണ അത് പറഞ്ഞാട്ടെ. അത് അക്കാര്യത്തിലൊന്നും പറയാല്ല. കാരണം ഇങ്ങനെ സൈക്കിള് നമ്മള് ബൈക്കിന് പോയ ആൾക്കാരിനേക്കാളൊക്കെ വൈബാണ് നിങ്ങൾ സൈക്കിളിന് വന്നത്. അല്ല അപ്പൊ നമ്മള് ബ്രോ അല്ലെങ്കിൽ പോട്ടെ, നമ്മള് ബ്രോ തന്നെ വിളിക്കുന്നു, ഇത്താന്ന് വിളിക്കുന്നില്ല. നിങ്ങളുടെ ആ സൈക്കിളിന് വന്നത് കണ്ടിട്ട് നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു. കാരണം അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് സൈക്കിളിന് വരികയെന്നൊക്കെ പറയുമ്പോ ഞങ്ങള് ബൈക്ക് ഓടിച്ചിട്ട് തന്നെ നമുക്ക് പറ്റുന്നില്ല. അത്രയ്ക്കുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു സൈക്കിളിന് രണ്ടുപേര് വരാന്ന് പറയുമ്പോ ശരിക്കും കൈയിട്ട് കൊടുക്കേണ്ട തന്നെയാണ്, ശരിക്കും അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. കാരണം ഇങ്ങനെ ആക്കിക്കോ നല്ലോണം കേട്ടോ. ഇത് തന്നെ നമ്മളെ വീട്ടിലെ പെണ്ണുങ്ങളോട് പറഞ്ഞ സൈക്കിൾ പോയിട്ട് ഒരു സൈക്കിളിന്റെ വേക്ക് പോലും ഇരിക്കത്തില്ല. അങ്ങനത്തെ ഉള്ളിടത്തൊക്കെ ഇവര് വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കരുത്. കാരണം